വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഒരു മനുഷ്യൻ കടൽ തീരത്തുകൂടെ നടക്കുകയായിരുന്നു. അദ്ദേഹം നടന്നു പോകുമ്പോൾ കണ്ടൊരു കാഴ്ച, അനേകം നക്ഷത്ര മത്സ്യങ്ങൾ അഥവാ സ്റ്റാർ ഫിഷസ് ഈ സമുദ്രതീരത്ത് അടിഞ്ഞു കിടക്കുകയാണ്. അവ പിടയ്ക്കുന്നുണ്ട്. അപ്പോൾ അനേകമുണ്ട്, ഒരുപാടുണ്ട്. ഇത് കണ്ടിട്ട് കുറച്ച് ആളുകളൊക്കെ നോക്കി നിൽപ്പുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഈ സ്റ്റാർ ഫിഷസിനോട് കരുണ തോന്നി. ഈ ഓരോരോ സ്റ്റാർ ഫിഷിനെ കയ്യിലെടുത്ത് കടലിലേക്ക് തിരിച്ച് എറിയുകയാണ്. ഇങ്ങനെ കടലിലേക്ക് തിരിച്ചെറിയുമ്പോൾ ഒരുപാട് സമയമെടുക്കുന്നു. ഓരോന്നിനെ എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കണ്ടുകൊണ്ടു നിന്നതിൽ ഒരാൾ ചോദിച്ചു, താങ്കൾ ഇങ്ങനെ എത്ര സ്റ്റാർ ഫിഷിനെ സഹായിക്കും? കാരണം അവർ അനേകമുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇതാണ്: ഒരുപക്ഷെ എനിക്ക് എല്ലാ സ്റ്റാർ ഫിഷിനെയും സഹായിക്കാൻ പറ്റണമെന്നില്ല, പക്ഷേ ഞാൻ എടുക്കുന്ന സ്റ്റാർ ഫിഷിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. അതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തതൊരു വലിയ സഹായമാണ്. ഇതൊരു ചെറിയ കഥ മാത്രമാണ്. എന്നാലും നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു വലിയ സന്ദേഹം ഇതാണ്: ഞാൻ ചെയ്യുന്ന ഈ ചെറിയ പ്രവൃത്തി കൊണ്ട് ഈ ലോകത്ത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകുവാനാണ്? പ്രിയമുള്ളവരെ, കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികളെ വിലമതിക്കാത്തൊരു മനോഭാവം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഈ ചെറിയൊരു കാര്യം കൊണ്ട് എനിക്കെന്ത് നേട്ടമാണ് ഉണ്ടാവുക, ആർക്കെന്ത് പ്രയോജനമാണ് ഉണ്ടാവുക എന്ന് കരുതി വളരെ ചെറിയ കാര്യങ്ങളെ അവഗണിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ കാണാറുണ്ട്. എന്നാൽ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന അതിശക്തമായ ഒരു വചനം ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 10-ാമത്തെ വാക്യം: ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും. സാധാരണ നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ കാണുന്ന ഒരു മനോഭാവം, ചില ചെറിയ തരം സ്ഥാപനങ്ങളിൽ ചെറിയ ജോലികളോടുകൂടി ജീവിതം ആരംഭിക്കുന്ന, കരിയർ ആരംഭിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരുടെ അടുത്ത് കൂടി നമ്മൾ അവരുമായി സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ആ ചെറിയ തൊഴിലിനോട് കാണിക്കുന്ന പുച്ഛം നമുക്കറിയുവാൻ സാധിക്കും. ഇത്രയൊക്കെ മതി, ഇവിടെ ഇതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്തിട്ട് എന്തിനാണ് എന്ന് ചോദിക്കുന്ന അനേകം വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ചെയ്യുന്ന ജോലി ചെറുതാണ്, അവരെന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചെറുതാണ്, അവരെനിക്ക് തരുന്ന ശമ്പളം ചെറുതാണ്, പിന്നെ എന്തിനാണ് ഞാൻ വലിയ ആത്മാർത്ഥത കാണിക്കുന്നത്? എന്നാൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് അവൻ്റെ ജീവിതത്തിൽ ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ, ദൈവം അവനെ അതിനെ ഏൽപ്പിക്കുമ്പോൾ അവൻ അതിനോട് കാണിക്കുന്ന മനോഭാവം എന്നുള്ളത്. പ്രിയമുള്ളവരെ, ദൈവം ലോകത്തിലേക്ക് നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ചെറിയ കാര്യങ്ങൾ എത്ര വിശ്വസ്തയോടെ ചെയ്യുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല, ഈ ലോകത്തിൽ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യവും ദൈവം വളരെ പ്രധാനമായി കാണുന്നതാണ്. ഒരിക്കൽ ഒരു വ്യക്തിയുടെ വീട്ടിൽ ഒരാൾ വിരുന്നിന് ചെന്നു. അവിടെ അനേകം വസ്തുക്കൾ എല്ലാം മനോഹരമായിട്ട് സൂക്ഷിച്ചിരിപ്പുണ്ട്. എന്നാൽ ഈ വ്യക്തിയുടെ വീട്ടിൽ ഒരു മൂലയ്ക്ക് ഒരു ചെറിയ കപ്പ് വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കപ്പുണ്ട്, സോസറുണ്ട്. അപ്പോൾ ഈ കപ്പും സോസറും വളരെ കാര്യഗൗരവത്തോടെ ഇദ്ദേഹം തുടച്ച് മിനുക്കും, വളരെ കൃത്യമായി സൂക്ഷിക്കും. ഈ വ്യക്തി ഈ വീട്ടിൽ വളരെ നാളുകളായി, വളരെ വർഷങ്ങളായി വരുന്നതാണ്. വരുന്ന വർഷങ്ങളിലെല്ലാം വിരുന്നിന് വരുമ്പോൾ ഇദ്ദേഹം ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഈ കപ്പ് അവിടെ തന്നെയുണ്ട്, ഈ സോസർ അവിടെ തന്നെയുണ്ട്, തുടച്ച് മിനുക്കി വെച്ചേക്കാണ്, വേറൊന്നിനും എടുക്കാറുമില്ല. എന്നാൽ അത് വളരെ ക്ലീനാണ്, അതിലൊരു പൊടി പോലുമില്ല. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആശ്ചര്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം അയാളോട് ചോദിച്ചു,
താങ്കൾ എന്തുകൊണ്ടാണ് ഈ കപ്പും സോസറും ഇത്രയും തുടച്ചു മിനുക്കി ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഇപ്പോഴത്തെ മാർപ്പാപ്പ മെത്രാനായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അരമനയിൽ ഞാൻ പോയിരുന്നു. അന്ന് അദ്ദേഹം എനിക്ക് സമ്മാനമായി തന്നതാണ് ഈ കപ്പും സോസറും. മാർപ്പാപ്പയുടെ ഓർമ്മയ്ക്ക്, അന്ന് അദ്ദേഹം മെത്രാനാണ്, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ കൊണ്ടുവന്നു. അദ്ദേഹം മാർപ്പാപ്പയായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മൂല്യം കൂടി. ഇതെൻ്റെ തലമുറകളോളം ഞാൻ സൂക്ഷിക്കും. കാരണം ഞങ്ങളുടെ കുടുംബത്തിന് ഒരു മാർപ്പാപ്പ നൽകിയ കപ്പും സോസറുമാണ്. പ്രിയമുള്ളവരെ, ആരു നൽകി എന്ന കാരണത്താലാണ് ആ വസ്തുവിന് അദ്ദേഹം വില കൽപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ദൈവമാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായ ബോധ്യമുള്ള ഒരാൾക്ക് ആ കാരണം ചെറുതാണോ വലുതാണോ എന്നതിൽ പ്രസക്തിയില്ല. ആരേൽപ്പിച്ചിരിക്കുന്നു എന്നതിനാൽ ആ പ്രവൃത്തിക്ക് ആ ഏൽപ്പിച്ച ആളുടെ മൂല്യമാണുള്ളത്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ചെറിയ പ്രവൃത്തികൾ പോലും ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോഴാണ് ദൈവം നമ്മളെ വലിയ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുവാൻ പോകുന്നത്. കർത്താവിൻ്റെ വചനം പറയുകയാണ്, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ നിന്നെ ഞാൻ വലിയ കാര്യങ്ങൾ ഭരമേൽപ്പിക്കും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് ദൈവം ഏതെങ്കിലും ഒരു ചെറിയ പ്രവൃത്തി തരുമ്പോൾ ദൈവം നമ്മളോട് നോക്കുന്നത് ആ പ്രവൃത്തിയുടെ മഹത്വം നോക്കാതെ, ആ പ്രവൃത്തിയുടെ സമൂഹത്തിലുള്ള വില നോക്കാതെ, ആ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്ന് നോക്കാതെ, ഇതെന്നെ ദൈവം ഏൽപ്പിച്ചതാണ് എന്ന വിശ്വാസത്തോടുകൂടി ആ പ്രവൃത്തിയെ വിശ്വസ്തയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ഗുണം. പ്രിയമുള്ളവരെ, കർത്താവ് തൻ്റെ വചനം പ്രസംഗിക്കുന്ന സമയത്ത് ആളുകൾക്കെല്ലാവർക്കും വിശപ്പുണ്ടായി. അവരെ വിശപ്പറിയാതെ ഇരുന്നാണ് അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം ആയപ്പോൾ കർത്താവിന് അവരുടെ അനുകമ്പ തോന്നി. അപ്പോൾ കർത്താവ് ഇത്രയും അധികം ആളുകളുണ്ട്, ഈ ആളുകൾക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് ശ്രദ്ധിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ബാലൻ്റെ കയ്യിലെ അപ്പവും മീനും കൊടുത്ത കാര്യം നമുക്കറിയാം. കർത്താവിൻ്റെ കൈകളിലേക്ക് ഇത് ഭരമേൽപ്പിക്കുകയാണ്. എന്നാൽ അവിടെ വേറെ ചില വസ്തുക്കൾ കൂടെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളത് അവിടെ കൊണ്ടുവരുന്നതായി ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ പിന്നീടാണ് നമ്മൾ വായിക്കുന്നത്, അവിടെ ഒഴിഞ്ഞ കൊട്ടകളുണ്ടായിരുന്നു. അപ്പക്കൊട്ടകളാണ്, അപ്പം ശേഖരിക്കുന്ന കൊട്ടകളാണ്, പക്ഷെ എല്ലാം ഒഴിഞ്ഞതായിരുന്നു. കർത്താവിൻ്റെ അടുക്കലേക്ക് ഒഴിഞ്ഞ കൊട്ടകളും ആളുകൾ കൊണ്ടുവരികയാണ്. ഈ ഒഴിഞ്ഞ കൊട്ടകളിലാണ് പിന്നീട് അനേകം പേർക്ക് വിളമ്പിയതിന് ശേഷം ശിഷ്യന്മാർ ബാക്കി വന്ന അപ്പം ശേഖരിച്ചത്. പ്രിയമുള്ളവർ, ഈ ഒഴിഞ്ഞ കൊട്ടയും ആ കുഞ്ഞിൻ്റെ കയ്യിലുണ്ടായിരുന്ന അപ്പവും ക്രിസ്തുവിൻ്റെ അടുക്കൽ എത്ര പ്രാധാന്യത്തോടെ ആയിരിക്കും അവർ കൊണ്ടുവന്നത്. കൊണ്ടുവരുമ്പോൾ ആളുകൾ ചോദിച്ചേക്കാം, എന്തിനാണ് ഈ ഭക്ഷണമൊന്നും ഇവിടെ ഇല്ലാത്ത സമയത്ത്, എല്ലാവരും പട്ടിണിയിലായിരിക്കുന്ന സമയത്ത് അപ്പക്കുട്ടകൾ എന്തിനാണ് നിങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നത്? അതിൽ അപ്പമില്ലല്ലോ. മറ്റൊരിടത്ത് നമ്മൾ കാണുന്നത് വീഞ്ഞ് തീർന്നു പോയി. അവിടെ കൽഭരണികൾ ഉണ്ടായിരുന്നു, അത് ഒഴിഞ്ഞ കൽഭരണികളാണ്. ആ സമയത്ത് ഇനി വീഞ്ഞ് വാങ്ങുവാനാവുകയില്ല. അപ്പോഴാണ് യേശു വരുന്നത്. യേശുവിൻ്റെ ജോലി തച്ചനാണ്. എന്നാൽ യേശു ആ ശിഷ്യന്മാരോട്, അവിടെ ഇരുന്ന ജോലിക്കാരോട് പറഞ്ഞ കാര്യം, നിങ്ങൾ ആ കൽഭരണികൾ കൊണ്ടുവരിക. അപ്പോൾ അവർ കൽഭരണികൾ യേശുവിൻ്റെ അടുക്കലേക്കോ അല്ലെങ്കിൽ അതിൽ വെള്ളം പകരാവുന്ന നിലയിലേക്ക് നീക്കി വയ്ക്കുമ്പോൾ യേശു അടുത്തത് അവരോട് പറയുകയാണ്, നിങ്ങൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. പ്രിയമുള്ളവരെ, നോക്കുമ്പോൾ വളരെ നിസ്സാരമാണ്. ഒഴിഞ്ഞൊരു കൽഭരണി ഇനി ഉള്ളിലേക്ക് പോകേണ്ടതിന് പകരം എന്തിന് വിളമ്പാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്ഥലത്തേക്ക് നീക്കി വയ്ക്കുന്നു? നമുക്കറിയാം, അത് വെള്ളം കോരി ഒഴിക്കണമെങ്കിൽ അങ്ങനെ നീക്കി വെച്ചിരിക്കണം. എന്തിന് വീഞ്ഞൊഴിക്കേണ്ട കൽഭരണിയിലേക്ക് വെള്ളം ഒഴിക്കുന്നു? എന്നാൽ കർത്താവ് ശൂന്യതയിൽ നിന്ന് എന്തുകൊണ്ട് ഈ വീഞ്ഞ് സൃഷ്ടിച്ചില്ല എന്നതാണ് എൻ്റെ ചോദ്യം. എല്ലാം സാധിക്കുന്ന ദൈവത്തിന് നിങ്ങൾ കൽഭരണി പോയി നോക്കിക്കേ, അവിടെ വീഞ്ഞ് കാണും എന്ന് പറഞ്ഞാൽ പോരായിരുന്നു? എന്തിനാണ് കർത്താവ് വെള്ളം കൊണ്ടുവരാനായിട്ട് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ലാസറിനെ ഉയർപ്പിക്കുന്ന സമയത്ത്
മനുഷ്യനോട് കർത്താവ് കല്ലുരുട്ടി മാറ്റുവാനായിട്ട് പറഞ്ഞത്? പ്രിയമുള്ളവരെ, ഇങ്ങനെ വളരെ നിസ്സാരമായ ചില കാര്യങ്ങൾ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് കാണാം. എന്തിനാണെന്ന് ചോദിച്ചാൽ, അവസാനം വന്ന അപ്പം ശേഖരിക്കാൻ പറഞ്ഞതുപോലെയും നിസ്സാരമായ കാര്യങ്ങൾ. ഇതെന്തിനാണെന്ന് വെച്ചാൽ, കർത്താവ് ഈ ലോകത്തിലെ നിസ്സാരമായ കാര്യങ്ങളെ വിലമതിക്കുകയാണ്. വീഞ്ഞ് തീർന്നുപോയി. എന്നാൽ കർത്താവിന് വീഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പാനീയമായിട്ടുള്ളത് കിണറ്റിലെ വെള്ളമാണ്. കർത്താവ് പറയുന്നത്, ആ വെള്ളം കൊണ്ടുവരട്ടെ. ആ വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് ആരെങ്കിലും പ്രതിരോധിച്ചിരുന്നെങ്കിൽ ആ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റാൻ കർത്താവിന് പറ്റുമായിരുന്നില്ല, അല്ലെങ്കിൽ കർത്താവ് ചെയ്യുമായിരുന്നില്ല. കാരണം ഇത് കർത്താവിൻ്റെ പ്രവർത്തന ശൈലിയാണ്. കർത്താവിന് ഒഴിഞ്ഞ അപ്പക്കുട്ടകൾ ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുവന്ന് കൊടുത്തായിരുന്നല്ലോ. ആ ഒഴിഞ്ഞ അപ്പക്കുട്ടകളിൽ നിറയെ അപ്പം നിറയട്ടെ എന്ന് കർത്താവിന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ എന്തിനാണ് ആ ബാലൻ്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങിയത്? അത് നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവ രീതിയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ചെറിയ കാര്യങ്ങൾ, അതാണ് നാളത്തെ വലിയ കാര്യങ്ങളായി മാറാൻ പോകുന്നത് എന്ന അറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ചെറിയ താലന്തുകൾ, അതാണ് നാളെ കർത്താവ് വർദ്ധിപ്പിക്കാൻ പോകുന്നതെന്ന് നമ്മൾ അറിയണം. ഇത് കുറച്ചല്ലേയുള്ളൂ, ഇതെന്തിനു കൊള്ളാമെന്ന് കരുതി കുഴിച്ചിടുകയോ വിലമതിക്കാതിരിക്കുകയോ ആ താലന്തുകളുടെ യോഗ്യതയ്ക്കനുസരിച്ച് അതിനെ പ്രയോജനപ്പെടുത്താതിരിക്കുകയോ ചെയ്യുന്നതായി യേശു കണ്ടാൽ അവൻ നമുക്കൊരു വിലയിടുകയാണ്. അതായത്, ഞാൻ കൊടുക്കുന്ന ചെറിയ കാര്യങ്ങളോട് പോലും വിശ്വസ്തത കാണിക്കാത്ത ഇവനെ ഞാൻ എങ്ങനെ വലിയ കാര്യം ഏൽപ്പിക്കും? പ്രിയമുള്ളവരെ, ഒരു വലിയ അക്കൗണ്ടിങ് ഫേമിലേക്ക് ഒരു പുതിയ ഓഫീസറെ കൊണ്ടുവരിക. ഈ ഓഫീസറിനെ അടുത്തിരുത്തി അവിടുത്തെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥൻ ഓഫീസറിന് വളരെ ചെറിയ കണക്കുകൾ കൂട്ടാൻ കൊടുക്കുകയാണ്. ഓഫീസർ നോക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും വളരെ തിരക്കിട്ട് വലിയ വലിയ അക്കൗണ്ടിങ് ഡേറ്റ് എൻട്രികൾ നടത്തുന്നു, കാൽക്കുലേഷൻസ് ചെയ്യുന്നു, പരിശോധിക്കുന്നു, വലിയ വലിയ ഡിസ്കഷൻസ് നടത്തുന്നു. എന്നാൽ തനിക്കാകട്ടെ കുറച്ച് സംഖ്യകൾ കൂട്ടാൻ തന്നിരിക്കുന്നു. തന്നെ വിലമതിക്കുന്നതായി കാണുന്നില്ല എന്ന് കരുതി അദ്ദേഹം വളരെ അലക്ഷ്യമായും ശ്രദ്ധയില്ലാതെയും കൂട്ടിയില്ല എന്ന് വരുത്തി അങ്ങനെ അവിടെ ഇരുന്ന് ജോലി ചെയ്യുകയാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അപ്പം പിരിച്ചുവിടാൻ സമയം ഈ ഉദ്യോഗസ്ഥൻ, പുതിയതായി വന്ന ഉദ്യോഗസ്ഥൻ അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് താങ്കൾ എന്നെ ഇങ്ങനെ അപമാനിച്ചത്? ഞാൻ നല്ല ക്വാളിഫൈഡ് ആണെന്ന് താങ്കൾക്ക് അറിയാം, എന്തുകൊണ്ട് എന്നെ അപമാനിച്ചു? അപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു മറുപടി ഇതാണ്. ഇത് മിക്കയിടത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ തന്നെ ആകണമെന്നില്ല. ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു മറുപടി, നിന്നെ ഞാൻ ആദ്യം ഏൽപ്പിച്ചത് വളരെ ചെറിയൊരു കാര്യമാണ്. ആ ചെറിയ കാര്യത്തോട് നീ കാണിച്ച അലംഭാവം, അതിനോട് നീ കാണിച്ച അസ്വസ്ഥത, ശ്രദ്ധയില്ലായ്മ, അത് നിന്റെ ജീവിതത്തിലുള്ള ഒരു സ്വഭാവത്തെ വെളിപ്പെടുത്തുക. നിനക്ക് വിശ്വസ്തതയില്ല. വിശ്വസ്തത എന്ന് പറയുന്നത് ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും ഒരുപോലെയാണ്. ഈ ചെറിയ കാര്യത്തിൽ വിശ്വസ്തത കാണിക്കാൻ പറ്റാത്ത നിന്നെ എങ്ങനെ ഞാൻ വലിയ വലിയ തുകകളും മറ്റും കൈകാര്യം ചെയ്യുന്ന ഉന്നതമായ കാൽക്കുലേഷൻസ് ഉള്ള ഉന്നതമായ രീതിയിലുള്ള അപഗ്രഥനങ്ങൾ നടത്തേണ്ട ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിന്നെ ഞാൻ എങ്ങനെ മാറ്റും? സാധിക്കുകയില്ല. പറഞ്ഞു വിട്ടു. ഇതുപോലെ തന്നെയല്ലേ ഓരോ കമ്പനികളിലും നമ്മൾ എടുത്തു നോക്കിയാൽ ചെറിയൊരു പ്രവൃത്തി ചെയ്യുന്നതിൽ അലംഭാവം കാണിക്കുന്നവന് പ്രൊമോഷൻ കിട്ടുകയില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവം ഏൽപ്പിക്കുന്ന ചെറിയൊരു കാര്യമെന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ളൊരു ചെറിയ കാര്യമായിരിക്കും. നമ്മൾ വിചാരിക്കും ഈ വീട്ടിലെ ഈ കാര്യം ഈ ലോകത്തിൽ മറ്റാരും അറിയുന്നില്ലല്ലോ. ലോകത്തിൽ നാലാൾ കാണുന്നൊരു കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു വീട്ടമ്മയുടെ ഉദാഹരണം എടുക്കാം. ഒരു വീട്ടമ്മയുടെ ഉദാഹരണം. ഈ വീട്ടമ്മയെ ഒരു വലിയ TV ചാനലിലെ പാചകം, അത് ആ ഷോയിൽ തന്നെ പാചകം ചെയ്ത് കാണിക്കുവാൻ വേണ്ടി വിളിക്കുകയാണെങ്കിൽ ഈ വീട്ടമ്മ പാത്രങ്ങൾ എത്ര ഹൈജീനിക്കായി ക്ലീൻ ചെയ്യും?
ഈ വീട്ടമ്മ എത്ര ഹൈജീനിക്കായി ആ കിച്ചണിനെ കൈകാര്യം ചെയ്യും? എന്തുകൊണ്ടാണ്? കാരണം നാട്ടുകാർ മുഴുവൻ ഇത് കാണാൻ പോവുകയാണ്. അതുകൊണ്ട് ലോകം മുഴുവൻ ആദരിക്കുവാൻ പോകുന്ന ഒരു കിച്ചൺ ഷോ ഈ വീട്ടമ്മ ചെയ്യുമ്പോൾ ഈ വീട്ടമ്മ വളരെ ക്ലീനായി ചെയ്യുവാൻ ശ്രമിക്കാം. വീട്ടമ്മമാർക്ക് ഇത് മനസ്സിലാവും. എന്നാൽ ഇതേ വീട്ടമ്മ തന്നെ സ്വന്തം വീട്ടിൽ പാചകം ചെയ്യുന്ന സമയത്ത് അലങ്കോലമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഈ TV ചാനലുകാർ ഈ വീട്ടമ്മയെ ക്ഷണിക്കുവാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ്. അവര് വളരെ സൂത്രത്തിൽ വീട്ടമ്മയെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിച്ചതിന് ശേഷം അടുക്കളയിലേക്ക് ഒന്ന് കയറുമ്പോൾ ഈ അവർ കാണുന്ന കാഴ്ച, വീട്ടമ്മ അടുക്കും ചിട്ടയുമില്ലാതെ അടുക്കള വെച്ചിരിക്കുകയാണ്. ഈ വീട്ടമ്മയെ അവരപ്പോൾ തന്നെ ഒഴിവാക്കി നടന്നു പോകും. കാരണം ഈ വീട്ടമ്മ ഒരു എല്ലാം മെസ്സാക്കുന്ന ഒരു പ്രവണതയുള്ള ആളാണ് എന്ന് പറഞ്ഞവർ അപ്പോൾ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇതൊരു ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇതുപോലെ ദൈവം നമ്മളെ നിരീക്ഷിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് ദൈവം ഭരമേൽപ്പിക്കുന്ന ഒരു ചെറിയ കമ്പനിയിലെ ജോലി, ആ കമ്പനിയിലെ ഉദ്യോഗസ്ഥൻ മാത്രമാണ് നമ്മൾ നിരീക്ഷിക്കുന്നതെന്നാണ്. എന്നാൽ ക്രിസ്ത്യാനി അങ്ങനെ ഒരിക്കലും കരുതാൻ പാടില്ല. ക്രിസ്ത്യാനിയെ ദൈവം ഒരു ചെറിയ സ്ഥലത്ത് കൊണ്ടുപോയാൽ ക്രിസ്ത്യാനിയുടെ ആ പ്രവൃത്തിയെ ദൈവം നിരീക്ഷിക്കുകയാണ്. അവൻ അവിടെയുള്ള യജമാനനോട് കാണിക്കുന്ന വിശ്വസ്തത ദൈവം നിരീക്ഷിക്കുകയാണ്. ആ സമയത്തെ തൻ്റെ തൊട്ടു മുൻപിലുള്ള ഉദ്യോഗസ്ഥനോട് അദ്ദേഹം കാണിക്കുന്ന അനുസരണം ദൈവം നിരീക്ഷിക്കുകയാണ്. എന്തിനാണ് ദൈവം ഇത് നിരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ ദാസനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് താരതമ്യം ചെയ്യാൻ പറ്റാവുന്നതിനും അപ്പുറമായിട്ടാണ് കടന്നു വരിക. ഒരു കർത്താവിൻ്റെ ദാസനെ കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ ഇനി അടുത്ത ഇവൻ്റെ പ്രൊമോഷൻ കർത്താവ് കൊടുക്കാൻ പോകുന്നത് ഇവൻ ഒട്ടും എത്തിച്ചേരാൻ പറ്റാത്ത, സ്വാഭാവികമായി ഇവൻ ശ്രമിച്ചാൽ ഇവൻ ഒരിക്കലും എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് ദൈവം ഇവനെ കൊണ്ടുപോകാൻ പോവുകയാണ്. അതൊരു അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അവൻ്റെ അടുത്തത് അവന് കാണാൻ പറ്റുന്നില്ല അപ്പോൾ, പക്ഷെ അവൻ്റെ അടുത്തത് സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ അത്ഭുതമാണ്. ഈ വലിയ അത്ഭുതം അവൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നതിന് മുൻപ് ദൈവം അവനെ ചെറിയൊരു സ്ഥലത്ത് കൊണ്ടാക്കും. അവൻ്റെ വിശ്വസ്തത ദൈവം നോക്കും. ദാവീദിനെ രാജാവാക്കുന്നതിന് മുമ്പ് ആട്ടിടയനാക്കി മാറ്റി അവൻ്റെ വിശ്വസ്തത നോക്കി കർത്താവ്. അവൻ ആടുകളോട് കാണിക്കുന്ന സ്നേഹം നോക്കി. ആടുകൾക്ക് വേണ്ടി അവൻ സിംഹത്തോടും കരടിയോടും യുദ്ധം ചെയ്യുന്നതിനെ ദൈവം നോക്കി. ആ ദൈവം അവൻ്റെ ആത്മാർത്ഥതയെ കണ്ടു. അവനെയാണ് ദൈവം കൊട്ടാരത്തിലേക്ക് മാറ്റിയതെന്ന് അറിയണം. പ്രിയമുള്ളവർ, ദൈവം നമ്മളെ ഒരു ചെറിയ കാര്യം ഏൽപ്പിക്കുമ്പോൾ അടുത്ത് വരാനിരിക്കുന്ന ഒരു വലിയ കാര്യത്തിന് മുന്നോടിയാണ്. ദൈവത്തിൻ്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷനോടുകൂടി നിനക്ക് എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവം നിസാരമായി നിന്നെ ഇരുത്തിയിരിക്കുന്ന ഒരു സ്ഥലത്ത് നീ ദൈവത്തിൻ്റെ കമൻറ്റ് വാങ്ങിക്കണം. നീ ദൈവത്തിൻ്റെ വലിയ ഒരു സമ്മാനം വാങ്ങിക്കണം. ആ ചെറിയ സ്ഥലത്ത് നീ വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നിനക്ക് അപ്രാപ്യമായ ഒരു വലിയ സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ റെക്കമെൻഡേഷനോടുകൂടി നീ കടന്നു പോകും. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ കടന്നു വരുന്ന പല അനുഗ്രഹങ്ങളും നമുക്ക് സ്വന്തമായി നേടാൻ പറ്റാത്തതാണ്. സ്വന്തമായി നേടാൻ സാധിക്കുന്നതിൽ അപ്പുറമുള്ള ഒരു അനുഗ്രഹത്തിലേക്ക് പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ദൈവത്തിൻ്റെ റെക്കമെൻഡേഷൻ വാങ്ങിക്കണം. ദൈവത്തിൻ്റെ റെക്കമെൻഡേഷൻ നിനക്ക് വേണമെന്നുണ്ടോ? നിന്നെ ദൈവം ഏൽപ്പിക്കുന്ന ചെറിയ കാര്യം നീ വിശ്വസ്തയോടെ ചെയ്യണം. അത് ചെയ്യാനുള്ള ബുദ്ധിയും കാര്യവും സാമർഥ്യവും നിനക്കുണ്ടായിരിക്കും. ആ ബുദ്ധിയും സാമർഥ്യവും വീട്ടിലാകട്ടെ, നാട്ടിലാകട്ടെ, തൊഴിലിലാകട്ടെ, പഠന മേഖലയിലാകട്ടെ, അവിടെ നീ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്കാണ് ദൈവം നിനക്ക് മാർക്കിടുന്നത്. അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്ക് നീ ആഗ്രഹിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയും, ഇതാ വരുന്നു എൻ്റെ മകൻ, അവനെ കയറ്റുക. അപ്പോൾ നിനക്ക് യോഗ്യതയില്ലായിരിക്കാം, പക്ഷെ നീ അവിടെ കയറുമ്പോൾ ദൈവം നിനക്ക് താലന്തുകൾ വർദ്ധിപ്പിച്ചു തരുന്ന ഉപമയെന്ന് പറഞ്ഞതുപോലെ ഉപയോഗിച്ചത് നിമിത്തം നിനക്ക് ദൈവം കൂടുതൽ തരും. ഉപയോഗിക്കുന്നവന് ദൈവം കൂടുതൽ നൽകും. പ്രിയമുള്ളവരെ, ഇതാണ് കർത്താവിൻ്റെ പ്രവർത്തന ശൈലി. ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കണമെന്നുള്ളവൻ അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ, വളരെ പ്രത്യേകമായ ഒരവസ്ഥയിലാണ് നീ ആയിരിക്കും വിചാരിച്ച് നോക്കുക. നിനക്കൊന്നും ചെയ്യാനില്ല, ഒരു ജോലിയും കിട്ടുന്നില്ല, നിന്റെ ജീവിതത്തിൽ ഒന്നും കിട്ടുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ അവസരത്തിൽ നീ എന്തു ചെയ്യും? പ്രിയമുള്ളവരെ, അറിയേണ്ട ഒരു കാര്യം ഇതാണ്. നമുക്ക് ദൈവം ഏത് സാഹചര്യം തന്നാലും അവിടെ ഒരു പണിയുമില്ലാത്തൊരു സാഹചര്യമോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമോ ഉടലെടുക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, അത് ദൈവം നിനക്ക് പ്രാർത്ഥിക്കാനായി മാറ്റിവെച്ചിരിക്കുന്ന സമയമാണെന്നാണ്. വചനം വായിക്കുവാനായി മാറ്റിവെച്ചിരിക്കുന്ന സമയമാണെന്നാണ്. ഒരുപക്ഷെ ഒരു പഠനം കഴിഞ്ഞ് മറ്റൊരു തൊഴിൽ അന്വേഷിക്കുന്ന ഒരു വ്യക്തി, PSCക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നൊരു വ്യക്തി ആയിരിക്കാം, മറ്റൊരു തൊഴിൽ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആയിരിക്കാം. കുറേയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സമയമില്ല, ഒന്നും ചെയ്യാനില്ല. ആ വ്യക്തി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് തൻ്റെ ജീവിതത്തിൽ ബാക്കിയുള്ള സമയം സമർപ്പണത്തോടെ ബൈബിൾ പഠിക്കുക,
പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുക. നീ രോഗിയായി വീട്ടിൽ കിടക്കുക, നിനക്ക് വേറൊന്നും ചെയ്യാനില്ല. പക്ഷെ കർത്താവ് നീ രോഗക്കിടക്കയിലായിരിക്കുന്ന സമയത്തെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് നിനക്ക് സൗഖ്യവും സൗഖ്യത്തിന് ശേഷമുള്ള കാര്യങ്ങളും. നീ രോഗിയായി കിടക്കുന്ന സമയത്ത് വെറുതെ ലൗകിക കാര്യങ്ങൾ മാത്രം കാണുകയാണെങ്കിലും, നീ ലൗകിക കാര്യങ്ങൾ മാത്രം വ്യാപരിക്കുകയും പരിതപിച്ചുകൊണ്ട് കിടക്കുകയും പിറുപിറുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് കർത്താവിനെ നിന്നെ ഉയർത്താനാവില്ല. കർത്താവിനെ നിന്നെ ഉയർത്തുന്നതിൽ പ്രയാസം നേരിടും. കാരണം കർത്താവിൻ്റെ സ്വഭാവം അതല്ല. എന്നാൽ നീ രോഗക്കിടക്കയിലോ നീ ബുദ്ധിമുട്ടുകളിലോ വേദനകളിലോ നിനക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോ ആയിരിക്കുമ്പോൾ അവിടെ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കുവാനും ആ സമയത്ത് വിശ്വസ്തയോടെ ഉപയോഗിക്കുവാനും ശ്രമിക്കുകയാണെങ്കിൽ ആ വിശ്വസ്തയുടെ പേരിൽ നിന്നെ അനുഗ്രഹിക്കുമെന്ന് മാത്രമല്ല, നിന്റെ പ്രതിസന്ധിയെ ദൈവം തകർക്കുകയും നീ ഉദ്ദേശിക്കാത്ത തലത്തിലേക്ക് ദൈവം നിന്നെ വളർത്തുകയും ചെയ്യും. അതിനാൽ ഈ സമയം പ്രധാനമായും നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയോട് കാണിക്കുന്ന വിശ്വസ്തത എന്താണെന്ന് നോക്കാം. ദൈവത്തിൻ്റെ അടുത്ത ഒരു നന്മ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോഴത്തെ പ്രവൃത്തിയിൽ വിശ്വസ്തത എന്ന ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, അങ്ങ് പറഞ്ഞുവല്ലോ, ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരു മുടിനാരിഴ പോലും അങ്ങറിയാതെ കൊഴിഞ്ഞു പോവുകയില്ല. അങ്ങറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. യേശുവേ, ഇത് മനസ്സിലാക്കിയിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജീവിതാവസ്ഥയെ ചെറുതായി കണ്ട് നിസ്സാരമായി കണ്ട് അവഗണിക്കുന്നതിൻ്റെ മനോഭാവത്തെ ഓർത്ത് മാപ്പ് പറയുന്നു. കർത്താവെ, അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ചെറിയ സാഹചര്യത്തെ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഉപയോഗപ്പെടുത്തുവാനും പ്രയോജനപ്പെടുത്തുവാനും ഇവിടെ വിശ്വസ്തത കാണിച്ചുകൊണ്ട് അങ്ങയുടെ റെക്കമെൻഡേഷനോടുകൂടി ഇവിടെ നിന്ന് ഉയർന്ന് എനിക്കപ്രാപ്യമായ പാറകളിൽ ചവിട്ടി നിൽക്കും വിധം അങ്ങയുടെ കരങ്ങളാൽ ഉയർത്തപ്പെടുവാനും എന്നെ അനുവദിക്കണമേ. വിശ്വസ്തൻ എന്ന് അങ്ങയാൽ വിളിക്കപ്പെടുവാൻ എനിക്കിടവരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.